ഇന്ന് ദർശിത്തും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് വലിയൊരു പ്രതിഷേധം നിയമസഭയിലേക്ക് നടത്തിയിരുന്നു. എന്താണ് ദർശിത് ഈ ഷിജു ഖാനും അതുപോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറയുന്നത് നിങ്ങൾക്കെങ്കിലും ബോധ്യപ്പെടാതെ പോകുന്നത്? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷിജു ഖാനും നേരത്തെ നമ്മൾ കണ്ട വീഡിയോ ക്ലിപ്പിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ശ്രീ സഖാവ് MV ഗോവിന്ദൻ സഖാവും പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് AISFന്റെ നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ. ഞങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് സ്വകാര്യ മൂലധനം നിക്ഷേപം അനുവദിക്കുന്നതിന് എതിരാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധന നിക്ഷേപം ഉണ്ടാകുന്നത് വഴി വിദ്യാഭ്യാസത്തെ കൃത്യമായി കച്ചവട ചരക്കാക്കുന്ന വാണിഭത്തിന് അവസരം വെക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായാൽ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാലങ്ങളായി നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യങ്ങൾ തകരുന്നതിന്, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തകരുന്നതിന്, വിദ്യാർത്ഥി ചൂഷണത്തിന്, അധ്യാപക ചൂഷണത്തിന്, ഫീസ് ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, ഫീസിന്റെ പേരിലുണ്ടാവുന്ന ആത്മഹത്യകൾക്കൊക്കെ തന്നെ വരും കാലങ്ങളിൽ കേരളം സാക്ഷിയാകേണ്ടി വരും. അവിടെയാണല്ലോ ഷിജു ഖാൻ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകി കഴിഞ്ഞല്ലോ. അതായത് കേന്ദ്രം ഈ യൂണിവേഴ്സിറ്റികൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരമേൽ വേദനാജനകമായൊരു തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് MV ഗോവിന്ദനും പറഞ്ഞത്. അല്ല, കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം നടപ്പിലാക്കുന്നു, ഒരു പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ അതിനെ ഏറ്റവും ആദ്യം എതിർത്ത രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIയും CPIയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം AISFും SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു പുത്തൻ വിദ്യാഭ്യാസ നയം കേരളത്തിലെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മുഴം മുന്നേ ഞങ്ങളും നീട്ടി എറിഞ്ഞേക്കാം എന്നുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നടത്തുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ ഷിജു ഖാൻ പറഞ്ഞതുപോലുള്ള നിലപാടിനോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ തമിഴ്നാടിന്റെ ഉദാഹരണമുണ്ട്. നീറ്റ് എക്സാം ഉൾപ്പെടെയുള്ള ത്രിഭാഷ പോളിസിയുമായി ബന്ധപ്പെട്ടൊക്കെ തമിഴ്നാട് നടത്തിയ ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. അപ്പം ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്കോ പോരാട്ടങ്ങൾക്കോ തയ്യാറാവാതെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പോളിസി നടപ്പിലാക്കുന്നു, ഒരു നിയമം കൊണ്ടുവരുന്നു. അത് കേരളത്തിലെ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും ബാധകമാക്കിക്കൊണ്ടിരിക്കുന്നു, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുഴം മുന്നേ ഞങ്ങൾ കൂടെ അതിന്റെ ഭാഗമായേക്കാം എന്നുള്ളത് ഒരിക്കലും AISF പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ ഈ സംശയം താങ്കളോട് ചോദിക്കാനാണ് കരുതി വെച്ചിരുന്നത്. അത് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ AISFന്റെ നേതാവ് ചോദിക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടി ആധികാരികത കൈവരിക. അപ്പോൾ ജനങ്ങൾക്ക് മാത്രമല്ല, താങ്കളുടെ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ബോധിക്കുന്നില്ല ശ്രീ ഷിജു ഖാൻ. താങ്കളുടെ മറുപടിയും MV ഗോവിന്ദന്റെ പ്രതികരണം.